Welcome to day 4 of 100 Day Stories. Please like and subscribe my channel. ലോകസംഗീത ചരിത്രത്തെ മാറ്റിമറിച്ച പാട്ടിന്റെയും നൃത്തത്തിന്റെയും അഗ്രഗണ്യനായ ഒരു രാജാവുണ്ടായിരുന്നു. മൈക്രോഫോൺ കയ്യിലെടുത്താൽ സ്റ്റേജിൽ തീപ്പൊരി പാറിക്കുന്ന വിരലനക്കം കൊണ്ടുപോലും കോടിക്കണക്കിന് ആരാധകരെ ഉന്മാദത്തിലാഴ്ത്തിയ ഒരേയൊരു മനുഷ്യൻ. ലോകം അദ്ദേഹത്തെ കിങ് ഓഫ് പോപ്പ് എന്ന് വിളിച്ചു. അമേരിക്കയിലെ ഒരു സാധാരണ കറുത്തവർഗക്കാരുടെ കുടുംബത്തിൽ ജനിച്ച് അച്ഛന്റെ കർശനമായ ശിക്ഷണത്തിൽ ചെറുപ്പകാലം മുഴുവൻ കഠിനമായി അധ്വാനിച്ചാണ് അദ്ദേഹം വളർന്നത്. സഹോദരങ്ങളോടൊപ്പം ചേർന്നുള്ള തുടക്കം പിന്നീട് ലോകം കണ്ട ഏറ്റവും വലിയ സോളോ കരിയറിലേക്കുള്ള വഴിത്തിരിവായി മാറി. അദ്ദേഹത്തിന്റെ ത്രില്ലർ എന്ന ആൽബം ഇന്നും ലോകചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ആൽബമായി റെക്കോർഡുകളിൽ തിളങ്ങി നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ മൂൺവാക്ക് എന്ന നൃത്തച്ചുവട് കണ്ടപ്പോൾ ഭൂഗുരുത്വാകർഷണ നിയമങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന ഒരു മാന്ത്രികനായിട്ടാണ് ലോകം അദ്ദേഹത്തെ നോക്കിക്കേണ്ടത്. കറുത്തവർഗക്കാർക്ക് പല മേഖലകളിലും വിലക്കുകളുണ്ടായിരുന്ന കാലത്ത് MTV പോലെയുള്ള ആഗോള ചാനലുകളിൽ തന്റെ സംഗീതത്തിലൂടെ വിപ്ലവം സൃഷ്ടിച്ച് ആ വംശീയ അതിർവരമ്പുകൾ അദ്ദേഹം തകർത്തെറിഞ്ഞു. വലിയ വിജയങ്ങൾക്കൊപ്പം തന്നെ ഒട്ടനവധി വിവാദങ്ങളും മാധ്യമവേട്ടയാടലുകളും ആ ജീവിതത്തെ വേട്ടയാടി. സ്വന്തം വംശത്തിന്റെ നിറം മാറിപ്പോയ രോഗാവസ്ഥയെപ്പോലും പരിഹസിച്ചവർക്കു മുന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തകരിൽ ഒരാളായി മാറി അദ്ദേഹം മറുപടി നൽകി. പ്രതിസന്ധികളും വേദനകളും നിറഞ്ഞ ഒരു വ്യക്തിജീവിതം നയിക്കുമ്പോഴും സ്റ്റേജിൽ കയറിയാൽ അദ്ദേഹം ഒരു മഹാമേരുവായിരുന്നു. വേദനകളിൽ നിന്നും ഒറ്റപ്പെടലുകളിൽ നിന്നും ഒടുവിൽ ആ സംഗീത സാമ്രാട്ട് വിടപറഞ്ഞെങ്കിലും ഇന്നും ആ നൃത്തച്ചുവടുകളും പാട്ടുകളും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. സംഗീതലോകം കണ്ട എക്കാലത്തെയും വലിയ ആ വിസ്മയം, അവനാണ് മൈക്കിൾ ജാക്സൺ. ഇതുപോലത്തെ വീഡിയോയ്ക്കു വേണ്ടി അൺടോൾഡ് സ്റ്റോറി എക്സ്പ്ലെയിനർ എപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.